പേര് മഴയൊക്കെ അല്ലായിരുന്നോ? അപ്പോൾ വൈകുന്നേരമായപ്പോൾ കറിയൊന്നുമില്ല. അപ്പം ഞാൻ കൊഞ്ച് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. തൊളിക്കോട് പോയപ്പോൾ കൊഞ്ച് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉണക്ക കൊഞ്ചാണേ. അത് അങ്ങ് അരച്ചിട്ട് ആ കല്ലിൽ തന്നെ ഇച്ചിരി ചോറ് അങ്ങോട്ട് തട്ടിയിട്ടിട്ട് ഉരുട്ടി മക്കൾക്കും ഓരോ ഉരുള കൊടുത്ത് ഞാനും കഴിച്ചു കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് പറയാൻ പറ്റത്തില്ല. ഈ കൊഞ്ച് ചമ്മന്തി എന്ന് പറയുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഈ കല്ലിനകത്ത് ഇപ്പോൾ ആരുടെയും വീട്ടിൽ അരകല്ലും ഇല്ല, അടുപ്പും ഇല്ല, ഒന്നുമില്ലല്ലോ. ഞാൻ വീട് വെച്ചപ്പോഴേ എനിക്ക് അരകല്ലും ഉണ്ട്, അടുപ്പും ഉണ്ട് കേട്ടോ. അതെനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ കുറച്ച് കൊഞ്ച് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് ചീനിച്ചട്ടിയിലോട്ടിട്ട് നന്നായിട്ട് അങ്ങ് ചൂടാക്കി. ഈ അതിൻ്റെ പൊടിയൊക്കെ ഞാൻ ആദ്യമേ പാറ്റി കളഞ്ഞിട്ടാണ് ഇത് ഇതിനകത്ത് വറുത്തത് കേട്ടോ. വറുത്ത് കോരി അതങ്ങോട്ട് മാറ്റി വെച്ച്, എന്നിട്ട് കുറച്ച് വറ്റൽമുളക് എടുത്തിട്ട് അത് ഈ ശകേല എണ്ണ ഒഴിച്ചിട്ട് മുളക് മാത്രമായിട്ട് ഇടണം. അതിൻ്റെ നമ്മൾ മുറിക്കുമ്പോൾ കിട്ടുന്ന അരി അങ്ങോട്ട് മാറ്റി വെക്കണം. മാറ്റി വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ മുളക് നന്നായിട്ടങ്ങ് വറുത്തെടുക്കും. ഈ മോള് ഇതെല്ലാം നോക്കി എൻ്റെ കൂടെ വന്നിപ്പുണ്ട്. അപ്പോൾ പണ്ട് ഈ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഈ മുറത്തിനകത്ത് ഈ കൊഞ്ച് തട്ടിയിട്ട് ചിരട്ട വെച്ച് അതിങ്ങനെ ഞെക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ തലയും ഈ മുള്ളു പോലിരിക്കുന്ന സാധനങ്ങളും വേസ്റ്റ് എല്ലാം അങ്ങ് പോയി വൃത്തിയാക്കി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ അരകല്ലിലോട്ട് വെച്ച് മുളക് നല്ലപോലെ വൃത്തിയായിട്ട് ഈ കല്ല് തുടയ്ക്കണം. കല്ലിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അത് ഈ പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പം മുളക് അങ്ങോട്ട് അതിനകത്ത് വെച്ച് നല്ലപോലെ പൊടിച്ച് ഞാനങ്ങ് എടുത്ത് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട് വെളിയിൽ, മീനൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പം മീനില്ലാത്തതുകൊണ്ട് മീനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കൊഞ്ചങ്ങ് വിചാരിച്ചെങ്കിൽ കൊഞ്ച് പിള്ളേർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ കൊഞ്ചും ആ മുളകും കൂടെ പൊടിച്ച് മാറ്റി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങ എടുത്ത് നല്ലപോലെ ചതച്ചെടുത്താൽ മതി, അരയ്ക്കണ്ട കേട്ടോ. ഈ പൊടിച്ചങ്ങോട്ട് മാറ്റുമ്പോൾ തന്നെ ആ കൊഞ്ചിൻ്റെ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ വരും. ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് 2 ഉണ്ടമുളകും കൂടെ എടുത്ത് കേട്ടോ. മണമുള്ള ഉണ്ടമുളക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് അതുകൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അതുകൂടെ എടുത്തിട്ടുണ്ട്. അത് വിട്ട് നന്നായിട്ട് കൊച്ചുള്ളി വേണം കേട്ടോ. ഇത് സത്യം പറയാൻ നേരത്തെ ഇത് എൻ്റെ അമ്മയൊക്കെ നന്തലൊക്കെ വെച്ചു ഇങ്ങനെ പൊടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നന്തലെടുത്ത് വൃത്തിയാക്കി അതെനിക്ക് പാടാ കേട്ടോ. അതിന് മുള്ളു കൊള്ളുമെന്ന് എനിക്ക് പേടിയാണ്. അമ്മ വരുമ്പോൾ ഇതൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ കൊഞ്ച് ചമ്മന്തി പൊടിച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അപ്പം ഞാൻ അന്നാളെ വിചാരിച്ചു അതിനകത്ത് തന്നെ ഇട്ട് ഇച്ചിരി ചോറും ഇട്ട് തിന്നണമെന്ന് വിചാരിച്ച്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം.